ഇന്ന് നമുക്ക് എങ്ങനെ ഒരു യൂട്യൂബിൽ പ്രോപ്പറായിട്ട് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. അതിനായിട്ട് നമുക്ക് യൂട്യൂബ് എന്നൊരു ഓപ്ഷൻ എടുക്കാം. ഓപ്ഷൻ എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം കേട്ടോ. അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹോം പേജാണ്. ഹോമിൽ ഷോർട്സ്, സബ്സ്ക്രിപ്ഷൻ, നമ്മുടെ എന്നുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അല്ല ഇൻറ്റു എന്നുള്ളൊരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മുടെ ഗാലറിയിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഷോർട്ട് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ ആണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. അതിൽ നമ്മൾ ടെക്സ്റ്റ്, എഫക്റ്റ്, ഫിൽറ്റർ. എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു എഫക്റ്റ് വീഡിയോസിൻ്റെ എഫക്റ്റൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ ഫിൽറ്ററും ഉണ്ട്. നമുക്കതിൽ കുറച്ചുകൂടെയൊക്കെ മോഡിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെയാണ് സ്റ്റിക്കേഴ്സ്, ക്യാപ്ഷൻ, വോയിസ് കവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ നമുക്കിതിപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓൺ വോയിസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ആഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ക്യാപ്ഷൻ കൊടുക്കാനാണ് പറയുന്നത്. ഞാൻ ലൈഫ്സ് ഓഫ് ബുദ്ധൻ ഡ്രീംസ് എന്നുള്ള ക്യാപ്ഷൻ കൊടുക്കുകയാണ്. പിന്നെ വിസിബിലിറ്റി പബ്ലിക് ആക്കുക. പബ്ലിക് തന്നെ ആക്കണം കേട്ടോ വിസിബിലിറ്റി. പിന്നെ സെലക്ട് ഓഡിയൻസ്, ഇത് കുട്ടികൾക്കുള്ളതാണെങ്കിൽ യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ കുട്ടികൾക്കല്ല, നമ്മൾ മുതിർന്നവർക്കുള്ള ഓപ്ഷൻ ആണെങ്കിൽ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഇതിപ്പോൾ എൻ്റെ കിഡ്സിനുള്ളതല്ലാത്തത് കൊണ്ട് ഞാൻ അത് രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഷോ മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടൈപ്പ് ചെയ്യുക. ആഡ് ഡിസ്ക്രിപ്ഷൻ, ഇതിലാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഹാഷ്ടാഗ് കൊടുത്തിട്ട് ഇതിൽ നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യാം, ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ ചാനൽ ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ചാനലിൻ്റെ പേര് എപ്പോഴും ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് സെർച്ചിങ്സിൽ നമ്മുടെ ചാനൽ മെയിനായിട്ട് വരും കേട്ടോ. സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാഷ്ടാഗ് കൊടുത്ത് സജിന, നമ്മുടെ ഇപ്പോൾ ഒരു നമ്മുടെ ക്യാപ്ഷനിൽ നമ്മുടെ പേര് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സെർച്ചിങ്സിൽ നമ്മുടെ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും കേട്ടോ. ഹാഷ്ടാഗിൽ എൻ്റെ ഇത് കൊടുക്കുകയാണ്. പിന്നെ ലൊക്കേഷൻ, ഞാൻ ഇന്ത്യ എന്നാണ് കൊടുക്കുന്നത്. ലൊക്കേഷൻ നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. റിലേറ്റഡ് വീഡിയോസ് എന്ന് പറയുമ്പോൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓൾമോസ്റ്റ് ഇതുപോലുള്ള സെയിം വീഡിയോസ് ഉണ്ടെങ്കിൽ അതവിടെ വരും. അങ്ങനെയുള്ള ഇതൊക്കെ വേണ്ടിയിട്ടുണ്ട്. പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ്സ്, ഇതിലേത് പെയ്ഡ് പ്രൊമോഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ കൊളാബറേറ്റിങ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് എവിടെ എൻ്റെ ഷോർട്ട് വീഡിയോയിലൊരു പെൻസിൽ മാർക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തമ്പനെയിലാണ് വരുന്നത്. നമുക്കിതിലിങ്ങനെ സ്വൈപ്പ് ചെയ്ത് നമ്മുടെ വീഡിയോ സ്വൈപ്പ് ചെയ്ത് ഏറ്റവും ആകർഷണമായിട്ടുള്ളൊരു തമ്പനെയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൊടുത്തിട്ട് നമ്മൾ ടിക്ക് മാർക്കിൽ കൊടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡ് ഷോർട്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്ത് ഓക്കെ ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.